നിങ്ങളുടെ നിശബ്ദത അവരെ ആശയക്കുഴപ്പത്തിലാക്കും. മനുഷ്യൻ എന്ന നിലയിൽ നമ്മളെ ഇടയ്ക്ക് കുഴപ്പത്തിലാക്കുന്ന ഒരു പ്രശ്നം പറയരുതാത്ത കാര്യങ്ങൾ പറയരുതാത്ത സ്ഥലത്ത് പറഞ്ഞു പോകുന്നതാണ്. ഇത് കൂടെ കൂടെ നമുക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. എത്ര തന്നെ നിയന്ത്രിച്ചാലും ചില സിറ്റുവേഷൻസിൽ നമ്മുടെ വായിൽ നിന്നും ഇത്തരം ശബ്ദങ്ങൾ പുറത്തു വന്നേക്കാം. ഇത്തരത്തിൽ സംഭവിക്കുന്നതിന് പിന്നിൽ ചില സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. ഇതിൽ പ്രധാനം മറ്റുള്ളവർക്ക് മുന്നിൽ നമ്മളൊരു വാല്യുബിൾ വ്യക്തിയാണെന്ന് കാണിക്കാനും അവരുടെ റെസ്പെക്റ്റ് നേടിയെടുക്കാനുമുള്ള വ്യഗ്രതയുമാണ്. ഇതിനു വേണ്ടിയാണ് പലപ്പോഴും അനവസരത്തിൽ മറ്റുള്ളവരെ താഴ്ത്തിയും സ്വയം പുകഴ്ത്തിയും സംസാരിക്കുന്നത്. മറ്റുള്ളവർക്കറിയാത്ത പല കാര്യങ്ങളും മറ്റുള്ളവരെ പറ്റിയുള്ള പല രഹസ്യങ്ങളും എനിക്കറിയാമെന്ന് കാണിച്ച് സ്വന്തം വാല്യൂ വർദ്ധിപ്പിക്കാനാണ് പലരും പറയരുതാത്ത കാര്യങ്ങളും അനവസരത്തിൽ പറഞ്ഞ് സ്വയം കുഴപ്പത്തിലാകുന്നതും. നിങ്ങളെപ്പോഴെങ്കിലും സൈലൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്തിന് 2 ചുണ്ടുകൾ നൽകപ്പെട്ടു എന്നും ചിന്തിക്കാൻ ഒരു ബ്രെയിൻ നൽകിയെന്നും? അതിൻ്റെ പ്രധാന കാരണം നിങ്ങളിൽ ഒരു ബോധമുണ്ടാകണം ഏത് സമയത്ത് സംസാരിക്കാമെന്നും ഏതൊക്കെ സമയങ്ങളിൽ സംസാരിക്കാതിരിക്കണമെന്നും ഏതൊക്കെ സിറ്റുവേഷൻസിൽ നിശബ്ദത വിജയിക്കുമെന്നും അത് നിങ്ങൾക്ക് അംഗീകാരവും ബഹുമാനവും നേടിത്തരുമെന്നും. ചില പരിതസ്ഥിതികളും സാഹചര്യങ്ങളും നമ്മളെ സംസാരിക്കാൻ വളരെയധികം പ്രേരിപ്പിക്കുമെന്നും അത് സമർത്ഥമായി ഒഴിവാക്കാൻ നന്നായി പ്രയത്നിക്കേണ്ടി വരുമെന്നും നിങ്ങൾക്കറിയാം. ജീവിതം അങ്ങനെയാണ്. പലപ്പോഴും ഇതിലൊരു ലോജിക് കണ്ടെത്താനാകില്ല. ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളുടെയും മേൽ നിങ്ങൾക്ക് നിയന്ത്രണം വയ്ക്കാനാകില്ല. എന്നാൽ നിങ്ങളുടെ മേൽ കൺട്രോൾ വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ പലപ്പോഴും കുഴപ്പത്തിൽ ചാടിക്കുന്ന വ്യക്തികൾ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ തലയിട്ട് പുകയ്ക്കാതെ നിങ്ങൾ സ്വയം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളിൽ നിന്നും വരുന്ന പല വാക്കുകളും നിങ്ങൾക്ക് തന്നെ ഉപദ്രവമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങളുടെ നിശബ്ദത അവർക്ക് അത്ഭുതമായി തോന്നുകയും അവർ നിങ്ങളോട് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്യും. പ്രത്യക്ഷത്തിൽ മറ്റുള്ളവർക്ക് നിങ്ങളെ പുച്ഛിക്കാൻ ഉതകുന്ന ഒരു പ്രതികരണം നിങ്ങളിൽ നിന്നും ഉണ്ടാകില്ല. അതിനു പകരം ആ സംഭാഷണത്തിൽ ഇൻവോൾവ് ആയിരിക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റാൻഡിൽ അധികം സംസാരിക്കാതെ നിലകൊള്ളുന്നത് മറ്റുള്ളവരിൽ ഒരു മതിപ്പ് ഉണ്ടാക്കാൻ സഹായിക്കും. പല സമയത്തും മറ്റുള്ളവർ നിങ്ങളുടെ മേൽ ഷൗട്ട് ചെയ്തേക്കാം, കുറ്റപ്പെടുത്തിയേക്കാം, ഒരു മറുപടി പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. എന്നാൽ ഈ സിറ്റുവേഷൻസിൽ മിണ്ടുന്നത് നല്ലതിനാകില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ സൈലന്റ് ആയിരിക്കുക. അനാവശ്യമായി ഒരു വാക്ക് പോലും ഉരിയാടാതിരിക്കുക. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ഔദാര്യമല്ല എന്നോർക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മറുപടികൾ നിങ്ങളിൽ നിന്ന് ലഭിക്കാതാകുമ്പോൾ വീണ്ടും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ അവർ രണ്ടാമതൊന്ന് ചിന്തിക്കും. അവർക്ക് പിടികൊടുക്കാത്ത വഴങ്ങാത്ത ഒരു വ്യക്തിയായി നിങ്ങളുടെ ക്യാരക്ടർ അവർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടും. നിങ്ങളുടെ സൈലൻസ് അവരുടെ കോൺഫിഡൻസിനെ ദുർബലപ്പെടുത്തും. നിങ്ങളെപ്പറ്റിയുള്ള മോശം ചിന്തകൾ പാടെ മാറ്റാൻ അത് അവരെ പ്രേരിപ്പിക്കും. ഇനി ഏതു തരത്തിൽ നിങ്ങളെ അവരുടെ വഴിക്ക് കൊണ്ടുവരാമെന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തത ഉണ്ടാകില്ല. അതിനൊരു ചാൻസ് പോലും നിങ്ങളിനി നൽകില്ല. ഇത് ഏതുപോലെ ഒരു വ്യക്തി തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു പാർട്ടിക്ക് പോകുകയും എന്നാൽ അവരോടൊപ്പം ഡാൻസ് ചെയ്യാതിരിക്കുന്നത് പോലെയാണ്. നിങ്ങൾ ഡാൻസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങളുടെ ഡാൻസ് കണ്ട് പരിഹസിച്ച് ചിരിക്കാനോ മോശം അഭിപ്രായം പറയാനോ അവർക്ക് അവസരം ലഭിക്കുന്നില്ല. നിങ്ങളായിട്ട് ഒരു അവസരം നൽകാത്തതുകൊണ്ട് നിങ്ങളെ വില കുറച്ച് കാണിക്കാൻ അവർക്ക് മറ്റു വഴികൾ തേടേണ്ടതായി വരുന്നു. പകരം നിങ്ങൾ അവർക്ക് ഒരു സൈലന്റ് മെസ്സേജ് നൽകുകയാണ്. നിങ്ങൾ അവരെക്കാൾ ബെറ്റർ ആണെന്നും ഇനി നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നത് വെറുതെയാണെന്നും നിങ്ങൾക്കൊരു ജീവിത ലക്ഷ്യമുണ്ടെന്നും മറ്റൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ ആ ജീവിത ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണെന്നും നിങ്ങൾ അവർക്കൊരു ഫീൽ നൽകുകയാണ്. വളരെ പ്രശസ്തമായ ഒരു കോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സൈലൻസ് ഈസ് ദ ബെസ്റ്റ് റെസ്പോൺസ് ടു എ ഫൂൾ. അതായത് ഒരു വിഡ്ഢിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും നല്ല മറുപടി സൈലൻസ് ആണെന്ന്. ഇതിനായി നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ വിഡ്ഢികളാണെന്ന് സ്വയം തെളിയിക്കണമെന്നില്ല.
നിങ്ങൾക്ക് നിങ്ങളുടേതായ റീസൺസ് ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾ സൈലൻ്റായി ഇരിക്കണമെന്നതിന്. നിങ്ങളുടെ സൈലൻസ് അവരെ ആശയക്കുഴപ്പത്തിലാക്കുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ നിങ്ങളുടെ ഗോളിൽ ശ്രദ്ധ വെച്ചിരിക്കുന്ന സമയം അവർ നിങ്ങളിലെ മാറ്റത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ അവരെ പോലെയല്ല. അതാണ് നിങ്ങളെയും അവരെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത്. നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യാൻ ധാരാളം സംസാരിക്കുന്നതിനേക്കാൾ അവർക്കത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ നിങ്ങളുടെ സൈലൻസിലൂടെ സാധിക്കുമെന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ പ്രത്യേകത അവർ തന്നെ കണ്ടെത്തട്ടെ. നിങ്ങളിൽ നിന്നും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള റെസ്പോൺസ് അല്ല അവർക്ക് ലഭിക്കുന്നതെന്ന് തിരിച്ചറിയുമ്പോൾ അവർ നിങ്ങൾക്ക് വാല്യൂ തന്നു തുടങ്ങും. നിങ്ങളിൽ നിന്നും ഒരു നെഗറ്റീവ് റിയാക്ഷൻ ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ അവർ ചെയ്യുന്ന അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനേ ശ്രമിക്കരുത്. അവർക്കുള്ള മറുപടി സൈലൻസ് ആയിരിക്കണം. ഒപ്പം നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി കൂടി അതിന് മറുപടിയായി നൽകിയാൽ അവർ വളരെ കൺഫ്യൂസ്ഡ് ആകും. നിങ്ങളാകെ ചെയ്യേണ്ടത് അവരെ സംസാരിക്കാൻ അനുവദിക്കുക എന്നതാണ്. നിങ്ങളുടെ ഒരു മറുപടിക്കായി അവർ കൊതിക്കണം. നിങ്ങളെ പരിഹസിക്കാൻ അല്ലെങ്കിൽ താഴ്ത്തിക്കെട്ടാൻ ഒരു ചാൻസ് നിങ്ങളിൽ നിന്നും ലഭിക്കാതാകുമ്പോൾ അവർ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും. നിങ്ങളുടെ യഥാർത്ഥ വാല്യൂ അവർക്ക് മനസ്സിലാകും. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂടാനുള്ള യോഗ്യത അവർക്കില്ല എന്ന് മനസ്സിലാക്കി അവർ പതിയെ പിൻവാങ്ങും. ഇത്തരത്തിൽ നിങ്ങളെ വില കുറച്ച് കാണിക്കാനും പരിഹസിക്കാനും ശ്രമിക്കുന്ന ആളുകളെ നിങ്ങൾക്കും ലൈഫിൽ ആവശ്യമില്ല എന്നതാണ് സത്യം. സൈലൻസ് ഈസ് പവർ ആൻഡ് യുവർ സൈലൻസ് വിൽ മേക്ക് ദം കൺഫ്യൂസ്ഡ്.